ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ റോളിംഗ് എന്ന ഒരു ഓപ്പറേഷനാണ്. ഷേപ്പിംഗ് പ്രോസസ്സിൽ വരുന്ന ഒരു ഓപ്പറേഷനാണ് ഈ റോളിംഗ് എന്ന് പറയുന്നത്. ആദ്യം എന്താണ് റോളിംഗ് എന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് റോളിംഗ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് പാസിംഗ് ദ മെറ്റൽ ബിറ്റ്വീൻ ടു റോൾസ് റൊട്ടേറ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ദി സെയിം സ്പീഡ്. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ റോളിംഗ് ഓപ്പറേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ ഉള്ളത് രണ്ട് റോൾസ് ഉണ്ട്. രണ്ട് റോൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? നമ്മളെ റോ മെറ്റീരിയൽ, അതായത് കൺസിഡർ ചെയ്യുന്ന മെറ്റൽ എന്ത് ചെയ്യും? ആ റോൾസിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ആ റോളിൻ്റെ മെറ്റീരിയലിൻ്റെ തിക്നെസ് കുറയും, അതേപോലെ ലെങ്ത്ത് കൂടുകയും ചെയ്യും. ഏരിയ കുറയും, ലെങ്ത്ത് കൂടുകയും ചെയ്യും. ഇതാണ് റോളിങ്ങിൽ ചെയ്യുന്നത്. ഈ മെറ്റൽ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ റോളേഴ്സ് ആ മെറ്റലിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഏരിയ കുറഞ്ഞിട്ട് ലെങ്ത്ത് കൂടുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ റോളിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ റോൾസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് റോൾസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് റോളിംഗ് മിൽ. ഓക്കെ, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് റോൾസ് ഫോർ എ റോളിംഗ് ഓപ്പറേഷൻ കൺസ്റ്റിറ്റ്യൂട്ട് എ റോളിംഗ് മിൽ. റോളിംഗ് വഴി ഉണ്ടാക്കുന്ന കമ്പോണൻസ് ബാർസ്, പ്ലേറ്റ്സ്, ഷീറ്റ്സ്, റെയിൽസ്, അതേപോലെ ടി സെക്ഷൻ, ഐ സെക്ഷൻ, ഇതൊക്കെയാണ് റോളിംഗ് വഴി ഉണ്ടാക്കുന്ന കമ്പോണൻസ്. റോളിംഗ് ഓപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റോളിങ്ങിലൊന്നുമില്ല, സിമ്പിളായിട്ട് രണ്ട് റോൾസിൻ്റെ ഇടയിലൂടെ നമ്മളെ മെറ്റലിനെ പാസ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിനെ കംപ്രസ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് കൂടും, ഏരിയ കുറയും ചെയ്യും. ഇതാണ് ബേസിക്കലി റോളിങ്ങിൽ ചെയ്യുന്നത്. റോളിങ്ങിൽ കുറച്ച് ടെർമിനോളജീസ്, പ്രൊഡക്റ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ ക്രോസ് സെക്ഷനൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് ടേംസിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇൻഗോട്ട്. കാസ്റ്റിംഗ് വഴി ഡയറക്റ്റായിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഇൻഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ബ്ലൂം. ആ ഇൻഗോട്ടിനെ ബ്രേക്ക് ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ബ്ലൂം എന്ന് പറയുന്നത്. അതിന് ഒരു പർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടാവുക. ബ്ലൂം ഒന്നിക്കൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കും. ബ്ലൂമിൻ്റെ ഈ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ വരും? 150 mm × 150 mm മുതൽ 250 mm × 300 mm റേഞ്ചിലായിരിക്കും ബ്ലൂം എന്ന് പറയുന്ന ആ കമ്പോണൻറ്റിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നുണ്ടാവുക. അടുത്തത് ബില്ലറ്റ്. ബില്ലറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂമിനെക്കാളും ചെറിയ ക്രോസ് സെക്ഷനിലെ കമ്പോണൻ്റാണ് ബില്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സൈസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 50 mm × 50 mm to 155 mm × 155 mm. ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ ബില്ലറ്റിൻ്റെത് ഈ ഒരു റേഞ്ചിലാണ് വരുന്നുണ്ടാവുക. അടുത്തത് ഫോർത്ത് വൺ സ്ലാബ്. സ്ലാബ് മെയിനായിട്ട് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലാണ് വരുന്നത്. അതിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. അതിൻ്റെ തിക്നെസ് പറയുന്നത് ഏകദേശം 50 mm. ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 50 mm ആയിരിക്കും. അതേപോലെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 mm to 350 mm ആയിരിക്കും അതിൻ്റെ വിഡ്ത്ത്. റോളിംഗ് വഴി ഈ ഹയർ കമ്പോണൻസ്, ഹയർ ഏരിയയിലെ കമ്പോണൻസിന് എന്ത് ചെയ്യും? ലോവർ ഏരിയയിലെ കമ്പോണൻസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബ്ലൂമിനെ ബില്ലറ്റ് ആക്കും, ബില്ലറ്റിനെ സ്ലാബ്, അങ്ങനെ ഡിഫറെൻറ്റ് കമ്പോണൻസിനെ ഹയർ ഏരിയയിലെ കമ്പോണൻസിന് ലോവർ ഏരിയയിലെ കമ്പോണൻസ് ആക്കും റോളിംഗ് ഓപ്പറേഷൻ വഴി. അടുത്ത നോക്കാനുള്ള ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ്. റോളിംഗ് മിൽസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ റോളിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനാണ് റോളിംഗ് മിൽ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ 2 ഹൈ റോളിംഗ് മിൽ. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എന്താണ് 2 ഹൈ റോളിംഗ് മിൽ. രണ്ട് റോളേഴ്സാണുള്ളത്. രണ്ട് ഹെവി ഹൊറിസോണ്ടൽ റോൾസ് ഉണ്ടാവും. ഓക്കെ, ഈ റോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ലോവർ റോള് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് അപ്പർ റോളും ലോവർ റോളും സെയിം സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏരിയ റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അതേപോലെ ലെങ്ത്തും കൂടുന്നുണ്ടാവും. ഇതിൽ ഈ ലോവർ റോള് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അപ്പർ റോള് മുകളിലോട്ടും താഴോട്ടും നീക്കാൻ വേണ്ടി പറ്റും. നീക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പോണൻറ്റിൻ്റെ തിക്നെസ്
വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ റോള് ലോവർ റോളിൻ്റെ കുറച്ചും കൂടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന തിക്നെസ് എന്താണ്, കുറച്ചും കൂടെ റെഡ്യൂസ്ഡ് തിക്നെസ്സിൽ കിട്ടും. ഓക്കെ, ലോവർ റോള് ഫിക്സ്ഡ് ആയിരിക്കും, അപ്പർ റോള് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 2 ഹൈ മിൽസിൽ പ്രൊഡക്ഷൻ റേറ്റ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. അടുത്തത് 3 ഹൈ മിൽ. 3 ഹൈ മില്ലിൽ 3 റോൾസ് ഉണ്ട്. ഓക്കെ, അപ്പർ റോളുണ്ട്, മിഡിൽ റോളുണ്ട്, ലോവർ റോളും ഉണ്ട്. ഇതിൽ അപ്പർ റോളും ലോവർ റോളും സെയിം ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. മിഡിൽ റോള് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ അപ്പർ റോളും ലോവർ റോളും പവർ ഡ്രിവൺ ആയിരിക്കും, രണ്ടിലേക്കും പവർ കൊടുക്കുന്നുണ്ടാവും. മിഡിൽ റോൾ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക, ബൈ ദ ആക്ഷൻ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇതിൽ മിഡിൽ റോൾ ആയിരിക്കും ഫിക്സഡ്. അപ്പർ റോളിൻ്റെയും ലോവർ റോളിൻ്റെയും പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി എന്ത് ചെയ്യുക, ഇതിവിടെ ഉണ്ടാകുന്ന തിക്നെസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലെന്താ ചെയ്യുന്നത്, വർക്ക് പീസ് ആദ്യം ഫസ്റ്റ് പാസിൽ എന്ത് ചെയ്യും, അപ്പർ റോളിൻ്റെയും മിഡിൽ റോളിൻ്റെയും ഇടയിലൂടെ പാസ് ചെയ്യിക്കും. അതാണ് ഈ ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത്. വീണ്ടും എന്ത് ചെയ്യും, അടുത്ത റിവേഴ്സ് പാസിൽ മിഡിൽ റോളിൻ്റെയും ലോവർ റോളിൻ്റെയും ഇടയിലൂടെ വർക്ക് പീസ് പാസ് ചെയ്യിക്കുന്നുണ്ടാവും. ഇതിൽ 2 ഹൈ മില്ലിനെ കമ്പയർ ചെയ്തിട്ട് പ്രൊഡക്ഷൻ റേറ്റ് കുറച്ച് അധികമായിരിക്കും. അടുത്തതാണ് 4 ഹൈ മിൽ. ഓക്കെ, ഈ വർക്കിൻ്റെ തിക്നെസ് ലാർജ് എമൗണ്ടിൽ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ നല്ല റിഡക്ഷൻ വേണമെങ്കിൽ, പിന്നെ കുറച്ച് അത്യാവശ്യം വലിയ സൈസിലെ റോൾസ് ഉപയോഗിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ റോൾസ് ബെൻഡ് ചെയ്ത് പോവും. മീൻസ് ഇവിടത്തോട്ടുള്ള തിക്നെസ് നല്ലോണം കുറക്കണമെങ്കിൽ വലിയ സൈസിലെ റോൾസ് ഉപയോഗിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ, ചെറിയ സൈസിലെ റോൾസ് ഉപയോഗിച്ചാൽ അത് ബെൻഡ് ചെയ്ത് പോവും. ഓക്കെ, വലിയ സൈസിലെ റോൾസ് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെയുള്ള കോണ്ടാക്റ്റ് ഏരിയ വളരെ കൂടുതലായിരിക്കും. ആ കോണ്ടാക്റ്റ് ഏരിയ കൂടുന്ന സമയത്ത് പവർ റിക്വയർമെൻറ്റ്സും കൂടും. ഓക്കെ, ആ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചെറിയ സൈസിലെ റോൾസ് ഉപയോഗിക്കും, ചെറിയ ഡയമീറ്ററിലെ റോൾസ് ഉപയോഗിക്കും. പക്ഷെ എന്താ, അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അതിനേക്കാളും ഡയമീറ്റർ കൂടിയ ബാക്കപ്പ് റോൾസ് ഉപയോഗിക്കും. ഓക്കെ, പവർ റിക്വയർമെൻറ്റ് കുറക്കാനാണ് ചെറിയ സൈസിലെ റോൾസ് ഉപയോഗിക്കുന്നത്. അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനേക്കാളും സൈസ് കൂടിയ ബാക്കപ്പ് റോൾസ് ഉപയോഗിക്കും. ഇതിൽ വർക്കിംഗ് റോൾസ് എന്ന് പറയുന്നത് ഈ ചെറിയ ഡയമീറ്ററിലെ റോൾസാണ്. അതാണ് റോളിംഗ് ഓപ്പറേഷൻ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ബാക്കപ്പ് റോൾസ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ വർക്കിംഗ് റോൾസ്, ആ ചെറിയ റോൾസ് എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്ത് പോവും. ഓക്കെ, ആ വലിയ റോൾസിൻ്റെ ഫങ്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ക്ലസ്റ്റർ മിൽ. ക്ലസ്റ്റർ മിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ചെറിയ സൈസിലെ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ തിക്നെസ്സിലെ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലസ്റ്റർ മിൽസ് ഉപയോഗിക്കുന്നത്. മീൻസ് ഈ വർക്കിംഗ് റോൾസിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും, വളരെ ചെറുതായിരിക്കും. ഈ ബാക്കപ്പ് റോൾസിൻ്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ വർക്കിംഗ് റോൾസിൻ്റെ ഡയമീറ്ററിൻ്റെ 2 to 3 ടൈംസ് മാത്രമേ വരാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെ വർക്കിംഗ് റോൾസ് വളരെ ചെറിയ ഡയമീറ്റർ ആവുന്ന സമയത്ത് ഒരു ബാക്കപ്പ് റോള് മാത്രം വെച്ചാൽ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അത്തരം കേസിൽ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ ബാക്കപ്പ് റോൾസ് ഉപയോഗിക്കുന്നുണ്ടാവും. വർക്കിംഗ് റോള് ചെറുതാവുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ബാക്കപ്പ് റോൾസ് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഡിഫ്ലക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത്തരം മിൽസിനെ പറയുന്ന പേരാണ് ക്ലസ്റ്റർ മിൽസ്. അടുത്തത് ലാസ്റ്റ് വൺ, ടാൻഡം മിൽ. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും എന്താണെന്ന്. ഒന്നിൽ കൂടുതൽ റോളേഴ്സ് സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ചിട്ടുണ്ട്. മീൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് റോൾസ് പാസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, നേരെ ഡയറക്റ്റായിട്ട് അടുത്ത സെറ്റിലോട്ട് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞാലോ ആ സെക്കൻഡ് സെറ്റിൻ്റെ റോൾസ് കഴിഞ്ഞാലും അടുത്ത തേർഡ് സെറ്റിലോട്ട് കൊടുക്കും. മീൻസ് ഒരു സിംഗിൾ പാസിൽ തന്നെ എന്താണ് ഫൈനൽ കമ്പോണൻറ്റ് കിട്ടുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ടാൻഡം മിൽ എന്ന് പറയുന്നത്.
സീരീസ് ഓഫ് റോൾസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് വന്ന സമയത്ത് ആ റിക്വേർഡ് റിഡക്ഷൻ അതിന് കിട്ടിയിട്ടുണ്ടാവും, തിക്നെസ് റിഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. അതാണ് ടാൻഡം മിൽ എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള റോളിംഗ് മിൽസ്.